السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله على آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇപ്പോൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ തുടക്കത്തിലുള്ള ഭാഗങ്ങൾ, എക്സ്പ്രഷൻ്റെ ടേമുകൾ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, കോയിഫിഷ്യൻ്റ് എന്താണ്, വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻ്റ് എന്താണ്, അതുപോലെ ലൈക്ക് ടേം എന്താണ്, അൺലൈക്ക് ടേം എന്താണ്, മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, പോളിനോമിയൽ എക്സ്പ്രഷൻസ് എന്താണ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്രഷന് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ഈ എക്സ്പ്രഷന് കൂട്ടേണ്ട അവസരങ്ങളൊക്കെ നമുക്ക് വരാം. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഉദാഹരണത്തിന് സൊഫ്വാൻ എന്നൊരു കുട്ടി, സൊഫ്വാൻ, അവൻ്റെ വയസ്സ് എത്രയാണെന്നുള്ള നമുക്കറിയില്ല. അവൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അവൻ്റെ ഉപ്പയുടെ വയസ്സ്. ഓക്കെ. അതുപോലെ സൊഫ്വാൻ്റെ വയസ്സും അവൻ്റെ ഉപ്പയുടെ വയസ്സും കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യ, അതിലേക്ക് ഒരു 13 കൂടി കൂട്ടിയാലാണ് അവൻ്റെ വല്യുപ്പയുടെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഇവരെ സൊഫ്വാൻ്റെ വയസ്സ് എത്ര, സൊഫ്വാൻ്റെ ഉപ്പയുടെ വയസ്സ് എത്ര, സൊഫ്വാൻ്റെ വല്യുപ്പയുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, സൊഫ്വാൻ്റെ വയസ്സ് എത്ര എന്നാണ് നമുക്കറിയില്ല. അപ്പോൾ സൊഫ്വാൻ്റെ വയസ്സ് നമ്മളൊരു വേരിയബിളായി എടുത്തു. ഉദാഹരണത്തിന് y എന്നൊരു വേരിയബിളായി എടുത്തു. അതാണ് സൊഫ്വാൻ്റെ വയസ്സ്. അപ്പോൾ സൊഫ്വാൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് സൊഫ്വാൻ്റെ ഉപ്പയുടെ വയസ്സ്. അപ്പോൾ y × 3 അല്ലേ? അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് എന്തോ ആവാം. ഇപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് 2ആണ്. സൊഫ്വാന് 2 വയസ്സാണെങ്കിൽ ഉപ്പയുടെ വയസ്സ് 2 × 3 6, ഉപ്പയുടെ വയസ്സ് 6 എന്ന് വെക്കാം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ y × 3, y × 3 എന്ന് പറഞ്ഞാൽ 3y എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സൊഫ്വാൻ്റെ വയസ്സ് y ആണെങ്കിൽ സൊഫ്വാൻ്റെ ഉപ്പയുടെ വയസ്സ് 3y എന്നാണ് കിട്ടി. ഇനി സൊഫ്വാൻ്റെ ഉപ്പയുടെ വയസ്സും സൊഫ്വാൻ്റെ വയസ്സും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യ, അതിലേക്ക് 13 കൂട്ടിയാൽ സൊഫ്വാൻ്റെ ഉപ്പയുടെ വയസ്സ് കിട്ടും. ഓക്കെ, 13 കൂട്ടിയാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ y എന്നതാണ് സൊഫ്വാൻ്റെ വയസ്സ്, സൊഫ്വാൻ്റെ ഉപ്പയുടെ വയസ്സ് 3y ആണ്. അതിലേക്ക് 13 കൂട്ടിയാൽ സൊഫ്വാൻ്റെ വല്യുപ്പയുടെ വയസ്സ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം വൈയും 3y പിന്നെ 13 ഇത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇതിപ്പോൾ ഒരു എക്സ്പ്രഷനായി. y എന്നൊരു ടേമും 3y എന്നൊരു മറ്റൊരു ടേമും 13 എന്ന മറ്റൊരു ടേമും. അപ്പോൾ ഇത് കൂട്ടണം. അപ്പോൾ അതെങ്ങനെ കൂട്ടുക? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് എക്സ്പ്രഷൻസ് കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രഷന് കൂട്ടുക എന്നുള്ള ആദ്യം പഠിക്കുക. എക്സ്പ്രഷന് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈക്ക് ടേംസും അതുപോലെ അൺലൈക്ക് ടേംസും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടുമ്പോൾ അതിലെ ലൈക്ക് ടേമുകൾ തമ്മിൽ മാത്രം കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് 3x + 4x എന്നത് കൂട്ടാൻ പറഞ്ഞാൽ, 3xും 4xും കൂട്ടാൻ പറഞ്ഞാൽ, അപ്പോൾ ഇത് രണ്ടും ലൈക്ക് ടേമുകളാണ്. ലൈക്ക് ടേമുകൾ നമുക്ക് സിമ്പിളായിട്ട് കൂട്ടാം. ഇവിടെ 3x + 4x എന്ന് പറഞ്ഞാൽ, 3x എന്ന് പറഞ്ഞാൽ 3 × x ആണ്, പ്ലസ് 4x എന്ന് പറഞ്ഞാൽ 4
ഇൻറ്റു എക്സ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂട്ടീവ് ഫോം അനുസരിച്ച് ഇവിടെ എക്സ് എന്നത് രണ്ടിലും കോമൺ ആയി വന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 ആണ്. അപ്പോൾ 3 + 4 ഇൻറ്റു എക്സ്. ഈ എക്സ് രണ്ടിലും കോമൺ ആയതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തിട്ടുകൊണ്ട് ഇൻറ്റു എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ടീവ് ഫോം പഠിച്ചവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. 3 + 4 7. അപ്പോൾ 7x. അപ്പോൾ 3x + 4xൻ്റെ ആൻസർ 7x ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി, 2 ലൈക്ക് ടേമുകൾ കിട്ടിയാൽ അതിൽ കോയിഫിഷ്യൻ്റ് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ 3x എന്നൊരു ടേമാണ്, 4x ഒരു ടേമാണ്. അത് രണ്ടും കൂട്ടാൻ, രണ്ടും ലൈക്ക് ടേമുകളായതുകൊണ്ട് ആദ്യം 3ഉം അതുപോലെ 4ഉം അതിൻ്റെ രണ്ടിൻ്റെയും കോയിഫിഷ്യൻ്റ്, ഒന്നാമത്തിൻ്റെ കോയിഫിഷ്യൻ്റ് 3 ആണ്, മറ്റേൻ്റെ കോയിഫിഷ്യൻ്റ് 4 ആണ്. അപ്പോൾ 3ഉം 4ഉം 7, പിന്നെ എക്സ് ഇട്ട് കൊടുക്കുക, 7 × x. ഇത്രയേ ലൈക്ക് ടേമുകൾ തമ്മിൽ കൂട്ടാനുള്ള റിസ്ക് ഉള്ളൂ. ഓക്കെ, വളരെ ഈസിയാണ്. ഇനി ലൈക്ക് ടേമുകൾ തമ്മിൽ കുറക്കുമ്പോഴും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന് 7n എന്നതിൽ നിന്ന് 4n കുറക്കണമെങ്കിൽ, 7n എന്ന് പറഞ്ഞാൽ 7 × n മൈനസ് 4 × n എന്നാണ് ശരിക്കും. അപ്പോൾ ഇതിൽ n ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ n കോമൺ ആണ്. അപ്പോൾ n × 7 - 4, അതായത് 7 - 4 എന്ന് പറഞ്ഞാൽ 3n എന്നാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ 2 ടൈമിൻ്റെയും കോയിഫിഷ്യൻ്റ്, ആദ്യത്തെ കോയിഫിഷ്യൻറ്റിൽ നിന്ന് മറ്റേ കോയിഫിഷ്യൻ്റ് കുറക്കുക. അപ്പോൾ 7ൽ നിന്ന് 4 കുറച്ചാൽ 3, അപ്പോൾ 3n എന്ന് ആൻസർ ലഭിക്കും. ഓക്കെ, ഇതാണ് ലൈക്ക് ടേമുകൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യേണ്ട രീതി. പിന്നെ അൺലൈക്ക് ടേമുകളാണെങ്കിൽ പരസ്പരം കൂട്ടാനും കുറക്കാനൊന്നും പറ്റൂല. ഉദാഹരണത്തിന് x + 5 എന്നാണെങ്കിൽ ഇത് രണ്ടും അൺലൈക്കാണ്. എക്സ് എന്നത് അതുപോലെ 5 മറ്റൊന്നാണ്. ഇവ രണ്ടും അൺലൈക്ക് ടേമുകളാണ്. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ കൂട്ടാനും പറ്റില്ല. ഇനി x - 5 എന്നാണെങ്കിൽ അതും അങ്ങനെ കുറക്കാനും പറ്റുകയില്ല. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ജനറൽ ആൽജിബ്രിക് എക്സ്പ്രഷൻസ്. ജനറൽ എന്ന് പറഞ്ഞാൽ 2 ടേമുകൾ കൂടിയ ഒരു ആൽജിബ്രിക് എക്സ്പ്രഷനും മറ്റു വേറൊരു ആൽജിബ്രിക് എക്സ്പ്രഷനും രണ്ടും കൂടി കൂട്ടുക. ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ 3x + 11 ഇതും കൂട്ടണം 7x - 5. ഇത് രണ്ടും എങ്ങനെ കൂട്ടുക എന്നാണ് പഠിക്കേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്തിരുന്ന 2 ലൈക്ക് ടേമുകൾ തമ്മിൽ കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ മൊത്തത്തിൽ വലിയൊരു എക്സ്പ്രഷൻ, 2 എക്സ്പ്രഷൻ തമ്മിൽ കൂട്ടുക. ഓക്കെ, മറ്റേത് ടേമുകൾ തമ്മിൽ കൂട്ടുന്നത് എക്സ്പ്രഷൻ മൊത്തമായിട്ട് കൂട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നേരെ അത് എഴുതുക. അപ്പോൾ ഉദാഹരണത്തിന് നാം പറഞ്ഞ ഈ ഉദാഹരണം നേരെ എഴുതുക. അപ്പോൾ 3x ഇതിപ്പോൾ 2 എക്സ്പ്രഷനാണ് പറഞ്ഞിരുന്നത്. ആ 2 എക്സ്പ്രഷനെ കൂട്ടി എഴുതാം. അപ്പോൾ 3x + 11 + 7x + -5 എന്ന് എഴുതാം.
എന്നിട്ട് ഇതിലെ ലൈക്ക് ടേമുകളെ അടുത്തടുത്ത് കൊണ്ടുവരിക. അപ്പോൾ 3x അതിനോട് ലൈക്കായിട്ടുള്ളത് 7x ആണ്. അപ്പോൾ 3x + 7x. പിന്നെ മറ്റേത് അൺലൈക്കാണ്, അപ്പോൾ +11 പിന്നെ -5. ഓക്കെ. എന്നിട്ട് ഇതിലെ ലൈക്ക് ടേമുകൾ ആദ്യം കൂട്ടുക. അപ്പോൾ 3x + 7x എന്ന് പറഞ്ഞാൽ 10x. ലൈക്ക് ടേമുകൾ തമ്മിൽ കൂട്ടേണ്ട രീതി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10x. എന്നിട്ട് മറ്റേത് രണ്ടും ലൈക്കാണ്, 11 - 5 എന്ന് രണ്ടും ലൈക്ക് ടേമുകളാണ്. അപ്പോൾ 11 - 5 എന്ന് പറഞ്ഞാൽ 11ൽ നിന്ന് 5 കുറച്ചാൽ 6 എന്നാണ്. അപ്പോൾ 6. അപ്പോൾ മൊത്തം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 10x - 6 എന്നായിരിക്കും. ഓക്കെ, വളരെ ഈസിയാണ്. ഇനി ഇത് കുറക്കുകയാണെങ്കിൽ ഒരു വലിയൊരു എക്സ്പ്രഷൻ തന്നിട്ട് ആ എക്സ്പ്രഷനിൽ നിന്ന് മറ്റൊരു എക്സ്പ്രഷൻ കുറക്കുക. ഉദാഹരണത്തിന് a - b എന്നതൊരു എക്സ്പ്രഷനാണ്. അതിനെ 3a - b + 4 ഇതൊരു എക്സ്പ്രഷനാണ്. 3a - b + 4. ഇതിൽ നിന്ന് a - b എന്നത് കുറക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് പഠിച്ചൊരു സംഭവമുണ്ട്. ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറക്കുകയാണെങ്കിൽ അതിലെ രണ്ടാമത്തേതിൻ്റെ ചിഹ്നത്തെ മാറ്റി കൂട്ടിയാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 3ൽ നിന്ന് 2 കുറക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 എന്നതിൻ്റെ ചിഹ്നം മാറ്റുക, മൈനസ് ആക്കുക, എന്നിട്ട് രണ്ടും തമ്മിൽ കൂട്ടുക. അപ്പോൾ 3ൽ നിന്ന് 3നെ -2 കൊണ്ട് കൂട്ടിയാൽ 1 എന്നാണ് ഉത്തരം. എന്നതുപോലെ ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇവിടെ 3a - b + 4 എന്നതിൽ നിന്ന് a - b എന്നത് കുറക്കുകയാണ്. അപ്പോൾ കുറക്കപ്പെടുന്ന സംഖ്യ, അതായത് രണ്ടാമത്തെ സംഖ്യ, ആ രണ്ടാമത്തെ സംഖ്യയിലെ ചിഹ്നങ്ങൾ കൂട്ടുക. അപ്പോൾ ചിഹ്നം മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ a എന്നത് അവിടെ +ആണ്. അപ്പോൾ അവിടെ അതിനെന്താക്കുക, മൈനസ് ആക്കുക. അപ്പോൾ +a എന്നതിന് -a എന്നാവും. അതുപോലെ -b എന്നത് +b എന്നാവും. എന്നിട്ട് ഇത് നേരെ നമ്മൾ നേരത്തെ കൂട്ടിയതുപോലെ കൂട്ടുക. അപ്പോൾ ഇതിന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് ടേമുകൾ ഒപ്പം കൊണ്ടുവരണം. അപ്പോൾ ഇതിൽ ലൈക്ക് ടേമുകൾ എന്ന് പറഞ്ഞാൽ 3a, അതുപോലെ അടുത്ത ലൈക്ക് എന്ന് പറഞ്ഞാൽ -a ആണ്. അപ്പോൾ 3a - a. പിന്നെ ലൈക്കായിട്ടുള്ളത് -bയും +bയും. പിന്നെ 4 + 4 എന്നത് ലൈക്കല്ലാതെ ശേഷം എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സാധാ പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ 3a എന്ന 3aയും -aയും 3a - a 3a - a. അപ്പോൾ 3aയിൽ നിന്ന് a കുറക്കാൻ അർത്ഥം. ഓക്കെ. അപ്പോൾ 3aയിൽ നിന്ന് ഒരു a കുറച്ചാൽ 2a ഉണ്ടാവുള്ളൂ, 2a. എന്നതുപോലെ -b + b എന്ന് പറഞ്ഞാൽ -bയിലേക്ക് ഒരു b കൂട്ടുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ 0 ഒന്നും ഉണ്ടാവില്ല അവിടെ. ഓക്കെ, 0. പിന്നെ +4. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 2a + 4 എന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് എക്സ്പ്രഷൻ തമ്മിൽ കുറക്കുന്ന രീതി. അതായത് രണ്ടാമത്തെ എക്സ്പ്രഷനിലെ ചിഹ്നങ്ങൾ മാറ്റിയിട്ട് നേരെ കൂട്ടുക എന്നർത്ഥം. ഓക്കെ, വളരെ ഈസിയാണ്. അതിൽ എക്സാമ്പിൾ 4 നിങ്ങൾ കാണുന്നുണ്ടാവും. കളക്ട് ലൈക്ക് ടേംസ് ആൻഡ് സിംപ്ലിഫൈ ദി എക്സ്പ്രഷൻ. ടെക്സ്റ്റ് ഉള്ളവരെ ടെക്സ്റ്റിൽ നോക്കുക. അതിൽ ചോദ്യം ആയിട്ടുള്ളത് 12m²
മൈനസ് 9m പ്ലസ് 5m മൈനസ് 4m സ്ക്വയർ മൈനസ് 7m പ്ലസ് 10. ഇതിലെ ലൈക്ക് ടേമുകൾ ഒപ്പം എഴുതിയിട്ട് ആ എക്സ്പ്രഷനെ ചുരുക്കി എഴുതാനാണ്, സിമ്പിളസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഇതിൽ 12m സ്ക്വയർ, അതിനോട് ലൈക്കായിട്ടുള്ളത് മൈനസ് 4m സ്ക്വയറാണ്. പിന്നെ 9m മൈനസ് 9m, അതിനോട് ലൈക്കായിട്ടുള്ള മൈനസ് 7m ആണ്. പിന്നെ 5, അതുപോലെ അതിനിടയിൽ പ്ലസ് 5m ഉണ്ട്, പ്ലസ് 5m മൈനസ് 7m പിന്നെ പ്ലസ് 10. ഓക്കെ, അപ്പോൾ ഇതിൽ 12m സ്ക്വയർ മൈനസ് 4m സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12ൽ നിന്ന് 4 കുറക്കുക, 12ൽ നിന്ന് 4 കുറച്ചാൽ 8m സ്ക്വയർ. ഓക്കെ, പിന്നെ അടുത്തത് ലൈക്കായിട്ടുള്ളത് മൈനസ് 9m പ്ലസ് 5m മൈനസ് 7m. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ആദ്യം മൈനസ് 9 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സംഖ്യ 9 ആണ്. 9ൽ നിന്ന് 5 കുറക്കുക, കുറച്ച് കഴിഞ്ഞാൽ 4, എന്നിട്ട് വലിയതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, അപ്പോൾ മൈനസ് 4 എന്ന് വരും. പിന്നെ മൈനസ് 4ഉം മൈനസ് 7ഉം, മൈനസ് 4ഉം മൈനസ് 7ഉം ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക മൈനസ് 11 എന്നായിരിക്കും. അപ്പോൾ മൈനസ് 11m എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് 10 ആണ്, 10 എടുത്ത് എഴുതും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 8m സ്ക്വയർ മൈനസ് 11m പ്ലസ് 10 എന്നായിരിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾ 5. എക്സാമ്പിൾ 5 ടെക്സ്റ്റിൽ നോക്കുക. സബ്ട്രാക്ട് 24ab മൈനസ് 10b മൈനസ് 18a എന്നതിനെ 30ab പ്ലസ് 12b പ്ലസ് 14a എന്നതിൽ നിന്ന് കുറക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് 24ab, അതുപോലെ മൈനസ് 10b മൈനസ് 18a അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാമത്തതിൻ്റെ ചിഹ്നങ്ങളെ മൊത്തം മാറ്റുക. അപ്പോൾ മൈനസ് 24ab പ്ലസ് 24ab എന്നുള്ളത് മൈനസ് 24ab എന്നാവും. അതുപോലെ മൈനസ് 10b എന്നത് പ്ലസ് 10b എന്നാവും. മൈനസ് 18a എന്നുള്ളത് പ്ലസ് 18a എന്നാവും. എന്നിട്ട് നേരെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ലൈക്കായിട്ടുള്ളത് 30ab മൈനസ് 24ab. അപ്പോൾ 30ൽ നിന്ന് 24 കുറച്ചാൽ 6 ആണ്, 6ab. പിന്നെ അടുത്തത് 12ഉം 10ഉം രണ്ടും പ്ലസ് ആണ്, അപ്പോൾ 22b. പിന്നെ 14ഉം 18ഉം ആണ്, 14ഉം 18ഉം 32 ആണ്, അപ്പോൾ 32a. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 6ab പ്ലസ് 22b പ്ലസ് 32a. അങ്ങനെ എക്സാമ്പിൾ 6 അത് നിങ്ങൾ സ്വയം നോക്കി മനസ്സിലാക്കുക. എന്നതോടുകൂടെ അടുത്ത ക്ലാസ്സിന് അപ്പോൾ നമ്മൾ ലൈക്ക് ടേമുകൾ കൂട്ടേണ്ട കുറക്കേണ്ട രീതി പഠിച്ചു. അതുപോലെ മൊത്തം എക്സ്പ്രഷനെ തമ്മിൽ കൂട്ടുക, 2 എക്സ്പ്രഷൻ തമ്മിൽ കൂട്ടുക, 2 എക്സ്പ്രഷൻ തമ്മിൽ കുറക്കേണ്ട രീതിയും രണ്ടും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, 12.2 എന്ന എക്സസൈസ് ചെയ്ത് എഴുതി വരിക. ഓക്കെ,
ഇനി അടുത്ത ക്ലാസ് ഇനി വ്യാഴാഴ്ച ആയിരിക്കും. അതുകൊണ്ട് അതിനിടയിൽ എന്ത് ചെയ്യുക, കഴിഞ്ഞ എക്സസൈസ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും ചെയ്യുക. അതോടുകൂടെ ഇതും കൂടെ എഴുതാം. 12.2 എന്ന എക്സസൈസ്. സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുകയും വേണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.